പത്തരമാറ്റ് സീരിയൽ ഉടൻ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യ എപ്പോഴും വേദനിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്യുകയാണ് അഭിയും ജലജയും. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും നവ്യ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും വളരെ മോശം അവസ്ഥയിലെത്തുകയാണ്. അഭിയും ജലജയും നവ്യയോട് ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഞെട്ടിക്കുന്ന ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് മുത്തശ്ശൻ. അഭിയുടെയും ജലജയുടെയും കൂടെയുള്ള നവ്യയുടെ ജീവിതം ഒട്ടും സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയ മുത്തശ്ശൻ ഒരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ്. അനന്തപുരിയിലെ സ്വത്തിന്റെ നേർപകുതി നവ്യയുടെയും കുഞ്ഞിന്റെയും പേരിൽ എഴുതാൻ മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിക്കുകയാണ്. ഈ തീരുമാനം അനന്തപുരിയിലെ എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. അനാമിക താൻ ഗർഭിണിയാണെന്ന് എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ച് സ്വത്തിനു വേണ്ടി കിണഞ്ഞു ശ്രമിക്കുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നവ്യയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. നവ്യയ്ക്ക് സ്വത്തുക്കൾ കൊടുത്തപ്പോൾ അവളെപ്പോലെ തന്നെ ഗർഭിണിയായ തന്നെ അവഗണിച്ചു. അനന്തപുരിയിലെ സ്വത്തുക്കൾ മാത്രം ആഗ്രഹിച്ച അനാമികയും വേണു രേവതിയും മുത്തശ്ശന്റെ ഈ തീരുമാനം ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുകയാണ്. നവ്യയ്ക്ക് സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും മുടക്കണം. അങ്ങനെ പല വഴികളും അവർ ആലോചിച്ചു. അങ്ങനെ ഒട്ടും അവസാനം മുത്തശ്ശനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അനാമികയും രേവതിയും വേണുവും. മുത്തശ്ശൻ സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ അവിടെ നിന്ന് മാറ്റിയിട്ട് മുത്തശ്ശന്റെ ജീവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ പകരം കൊണ്ടുവയ്ക്കുകയാണ് അനാമിക. അങ്ങനെ മുത്തശ്ശൻ ഇല്ലാതായി കഴിഞ്ഞാൽ അനന്തപുരിയിലുള്ളവരെ തമ്മിലകറ്റി ഒടുവിൽ സ്വത്തുക്കളുടെ ഭാഗം വെപ്പ് നടത്തിയതിനു ശേഷം അങ്ങനെ കിട്ടിയ സ്വത്തുക്കളുമായി എത്രയും പെട്ടെന്ന് അനന്തപുരിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അനാമികയും വീട്ടുകാരും. അതിനുശേഷം അനാമിക അനന്തപുരിയിൽ മനഃപൂർവ്വം കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ അനാമികയും ജാനകിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂർത്തി സാർ അങ്ങോട്ട് വരികയാണ്. മുത്തശ്ശൻ വരുന്നത് കണ്ടിട്ട് അനാമിക ബോധപൂർവ്വം നയനയ്ക്കെതിരെ സംസാരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പേടിയാണ് അമ്മേ. അവളല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്? ആ നയന കഴിക്കുന്ന ഭക്ഷണത്തിൽ അവൾ എന്തെങ്കിലും വിഷം കലർത്തിയാൽ എങ്ങനെയാണ് അറിയുക? ഇപ്പോൾ തന്നെ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും കണ്ടതാണല്ലോ. ഞാൻ ഓരോ നിമിഷവും ഭയന്നുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് മൂർത്തി സാർ ചോദിക്കുകയാണ്, അനാമികെ, നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? പാലിൽ വിഷം കലർത്തി ദേവിയാൻ ഈ അവസ്ഥയിലാവാൻ കാരണം നയനമോളാണ് എന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? നിന്റെ ഇവിടുത്തെ സംസാരങ്ങളെല്ലാം കേട്ടുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇതുവരെ നിന്റെ സ്വഭാവം നിനക്ക് അവസാനിപ്പിക്കാറായില്ലേ? ആ പാലിൽ വിഷം കലർത്തിയത് നയനമോളല്ല എന്ന കാര്യം നിനക്കും ഇവിടെയുള്ളവർക്കും നന്നായിട്ട് അറിയാം. എന്നിട്ടും നീ ബോധപൂർവ്വം നയനമോൾക്കെതിരെ സംസാരിക്കുകയല്ലേ? ദേവിയാനി കുടിച്ച പാലിൽ ആരാണ് വിഷം കലർത്തിയത് എന്നറിയാൻ ഒരു അന്വേഷണം നടത്താനൊക്കെ എനിക്കറിയാം. പക്ഷെ അതൊന്നും വേണ്ട എന്ന് വെക്കുന്നത് എൻ്റെ ബലഹീനതയായിട്ട് നീ കരുതരുത്. അങ്ങനെ ഒരു അന്വേഷണം വന്നാൽ വലിയ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. പിന്നെ നിനക്ക് ഇവിടെ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും പേടിയുണ്ടെങ്കിൽ നീ ഈ വീട് വിട്ടിറങ്ങിക്കോ. നിനക്ക് സുരക്ഷിതം എന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് നിനക്ക് താമസം മാറാം. അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാം. ആരും നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വരില്ല. പിന്നെ അതിന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം അടുക്കളയിൽ കയറി നീ തന്നെ പാകം ചെയ്യേ. വേണമെങ്കിൽ നിൻ്റെ അമ്മായിയമ്മയ്ക്കും കൊടുക്ക്. അപ്പോഴും പ്രശ്നമൊന്നുമില്ലല്ലോ. നയനമോൾ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്ന് കരുതി അവൾക്കെതിരെ എന്തും പറയാമെന്ന് നിങ്ങൾ കരുതേണ്ട. വരികയും പോവുകയും ചെയ്യുന്നവർക്കെല്ലാം കൊട്ടാനുള്ള ചെണ്ടയല്ല നയനമോൾ. അതുകൊണ്ട് ഇനി ഒരിക്കലും നയനമോൾക്കെതിരെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ തൻ്റെ റൂമിലേക്ക് പോകാനൊരുങ്ങുകയാണ്. അപ്പോഴേക്ക് അനാമിക കലി പൂണ്ട ഭദ്രകാളിയെ പോലെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഒന്ന് നിന്നേ, നിങ്ങൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നോ? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? എന്നെ ഈ വീട്ടിലേക്ക് നിയമപ്രകാരം വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവന്നതാണ്. എനിക്ക് ഈ വീട്ടിൽ ചില അവകാശങ്ങളും അധികാരങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ എവിടെയും പറയും. ഇവിടെയല്ലാതെ പിന്നെ ഞാൻ എവിടെയാണ് പറയുക? ഞാൻ ഈ പറഞ്ഞതൊന്നും തെറ്റല്ല. അതുകൊണ്ട് എന്തും പറയാമെന്ന് മനസ്സിലുണ്ടെങ്കിൽ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും അത് മനസ്സിൽ വെച്ചാൽ മതി. എൻ്റെ അടുക്കൽ അതൊന്നും എടുക്കാൻ വരണ്ട. ഇത്രയും കേട്ടതോടെ മൂർത്തി സാർ ആകെ അടിയേറ്റതുപോലെ അവിടെ നിൽക്കുകയാണ്. ആ സമയം ജാനകി അനാമികയെ പിറകെ നിന്ന് പിടിച്ചുകൊണ്ട് പറയുകയാണ്, മോളെ, നീ എന്തൊക്കെയാണ് ഈ മുത്തശ്ശനോട് പറയുന്നത്? നീ ആരോടാണ് സംസാരിച്ചതെന്ന് അറിയാമോ? അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പഴയ കാലമൊന്നുമല്ല ഇത്. അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം തീ കൊളുത്തിയാൽ പറക്കുന്ന പാവയൊന്നുമല്ല ഇപ്പോഴത്തെ തലമുറ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ആ പെൺകുട്ടിയുടെ അവകാശത്തെയും അധികാരത്തെയും കുറിച്ച് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ടാകണം. എന്നാൽ അനാമികയുടെ ഇത്തരത്തിലുള്ള സംസാരം കേട്ട് എന്ത് പറയണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് മൂർത്തി സാർ. അങ്ങനെ കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം മൂർത്തി സാർ മറുപടി പറയുകയാണ്, അനാമികെ, ഞാൻ ഈ വീട്ടിലെ തലമൂത്ത ആളാണ്. എനിക്ക് മക്കളും മരുമക്കളും കൊച്ചുമക്കളും അങ്ങനെ എല്ലാവരും ഉണ്ട്. ഈ കണ്ട കാലമെല്ലാം മുത്തശ്ശൻ എന്ന ബഹുമാനം അവർ എനിക്ക് നൽകുകയും എൻ്റെ വാക്കിന് വില കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തറവാട് ഇങ്ങനെ നിലനിൽക്കുന്നത്. എല്ലാവരും എനിക്ക് നൽകി പോരുന്ന ബഹുമാനം നീയും തരണമെന്ന് ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടുകയുമില്ല. പിന്നെ നീ പറഞ്ഞില്ലേ പഴയ കാലമൊന്നുമല്ല ഇത് എന്ന്. കാലം ഏതായാലും തലമുതിർന്ന ആളുകളെ ബഹുമാനിക്കുകയും അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും ചെയ്യുന്നത് അത്ര ദോഷമുള്ള കാര്യമൊന്നുമല്ല. നീ ഈ വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് വന്ന പെൺകുട്ടിയാണ്.
പക്ഷെ തെറ്റാര് കാണിച്ചാലും തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് നിന്നെ വേദനിപ്പിക്കുകയോ ചവിട്ടി താഴ്ത്തുകയോ നിന്നെയോ നിന്റെ ഭർത്താവിനെ വേർപിരിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ നിനക്ക് കഴിയില്ലായിരിക്കും. പിന്നെ നിന്റെ ഇഷ്ടം എന്തോ അത് തന്നെ നീ ചെയ്യുക. ഇനി എന്തായാലും നിന്നോട് സംസാരിക്കാൻ ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തി സാർ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശ അകത്തേക്ക് പോയപ്പോൾ ജാനകി പറയുകയാണ്, മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങനെയൊന്നും മോള് പറയാൻ പാടില്ലായിരുന്നു. തെറ്റല്ലേ മോളെ നീ ചെയ്തത്? ഇന്ന് നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾക്കെല്ലാം കാരണമായ വ്യക്തി ഈ മുത്തശ്ശനാണ്. ഞങ്ങളാരും ഇങ്ങനെ മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടമില്ലാത്തൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഉടനെ അനാമിക പറയുകയാണ്, അത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. തെറ്റു കേട്ടാൽ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കിഷ്ടമില്ലാത്തത് പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. ആരായാലും പ്രതികരിക്കും. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആരും ശ്രമിക്കേണ്ട. ഇവിടെ തന്നെ ഈ അനാമിക ഉണ്ടാവും. തുടർന്ന് ഉടനെ തന്നെ ഈ വാർത്ത അനന്തപുരിയിൽ ഓരോരുത്തരുടെയും ചെവിയിലെത്തുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ അരിശമൂത്ത ആദർശ് അനാമികയ്ക്കെതിരെ സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആദർശിനെ നയന ശാന്തമാക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ പ്രതികരിക്കേണ്ട ആദർശേട്ടാ, ഇപ്പോൾ പ്രതികരിച്ച കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. ഒരു പക്ഷേ മുത്തശ്ശനോട് അപമര്യാദയായി സംസാരിച്ച അനാമിക ആദർശേട്ടനോട് എങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കാം. മാത്രമല്ല അവൾ ഇപ്പോൾ ഗർഭിണി കൂടിയാണ്. അനിയുടെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. അതിൻ്റെ ഒരു അധികാരം കൂടിയാണ് അവൾ ഉപയോഗിക്കുന്നത്. അനാമികയുടെ സംസാരം കേട്ട് മൂർത്തി സാറാണെങ്കിൽ ആകെ തളർന്നിരിക്കുകയാണ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൂർത്തി സാർ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത്. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നിട്ട് മുത്തശ്ശി പറയുകയാണ്, ഇദ്ദേഹം ഒന്നും മനസ്സിൽ വെക്കരുത്. അവൾ കൊച്ചു കുഞ്ഞല്ലേ, എങ്ങനെ മനുഷ്യരോട് പെരുമാറണമെന്ന് അവളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അറിവില്ലായ്മയാണ് അവൾക്ക്. അതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചേക്ക് എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി. തുടർന്ന് ദേവയാനി അനാമികയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, അനാമികെ നീ എന്തൊക്കെയാണ് മുത്തശ്ശനോട് സംസാരിച്ചത്? നീ ചെയ്തത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് എത്രയും വേഗം മുത്തശ്ശൻ്റെ അടുത്ത് ചെന്ന് മാപ്പ് പറയണം. അത് കേട്ടതും അനാമിക ദേവയാനിയുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, വല്യമ്മേ ഞാൻ എന്തിനാണ് മാപ്പ് ചോദിക്കേണ്ടത്? ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പറയാനും ആരെങ്കിലുമൊക്കെ വേണമല്ലോ. നിങ്ങൾക്ക് മുത്തശ്ശൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത് പോലെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അത് കേൾക്കുമ്പോൾ അനാമികയോട് ദേവയാനി പറയുന്നുണ്ട്, അനാമികെ അച്ഛന് മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായിട്ട് ഒരുപാട് പേരുണ്ട്. അവരെല്ലാം എന്ത് ബഹുമാനമാണെന്നോ അച്ഛന് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടാണിത്. അല്ല വല്യമ്മേ, അദ്ദേഹത്തിൻ്റെ വീടാണെന്ന് കരുതി അദ്ദേഹം പറയുന്നത് എല്ലാം അംഗീകരിച്ച് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ വല്യമ്മ എന്ത് പറഞ്ഞാലും മാപ്പ് പറയാനൊന്നും എന്നെ കിട്ടില്ല. അതൊക്കെ ശരി, പക്ഷെ ഞാൻ എന്നോട് കാര്യം ചോദിക്കട്ടെ? നീ എപ്പോൾ നയനയ്ക്ക് എതിരെയാണല്ലോ സംസാരിക്കുന്നത്. എപ്പോഴും നയനയെ കുറ്റപ്പെടുത്തുന്നത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാര്യം എനിക്ക് നയനയോട് അത്ര താല്പര്യമൊന്നുമില്ല. ഒരു കാര്യവുമില്ലാതെയല്ലേ നീ നയനയ്ക്കെതിരെ സംസാരിക്കുന്നത്? അത് തെറ്റാണെന്ന് എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നീ അങ്ങനെ സംസാരിക്കുന്നത്? ഞാനും എൻ്റെ അമ്മായിയമ്മയും നയനയ്ക്കെതിരെയാണെന്ന് അറിഞ്ഞിട്ട് നീ കിട്ടിയ അവസരം മുതലെടുക്കുകയല്ലേ? അത് സത്യത്തിൽ തെറ്റല്ലേ? അത് തിരുത്താൻ നീ തയ്യാറാകുമോ? ഇത്രയും കേട്ടപ്പോൾ അനാമിക ഒന്ന് നെട്ടുകയാണ്. എന്നിട്ട് ദേവയാനിയോട് ചോദിക്കുകയാണ്, വെല്ലിമ്മ കൂടി എന്നെ കുറ്റപ്പെടുത്തുന്നോ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല, ഉള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഇത്രയും പറഞ്ഞിട്ട് ദേവയാനി പോവുകയാണ്. അല്പസമയത്തിന് ശേഷം മൂർത്തി സാർ ജാനകിയെ വിളിച്ചിട്ട് തൻ്റെ തീരുമാനം പറയുകയാണ്. ജാനകി, ഇതുവരെയുള്ള എൻ്റെ തീരുമാനം എല്ലാവർക്കും ഒരുപോലെ സ്വത്ത് വീതം വെച്ച് കൊടുക്കുക എന്നായിരുന്നു. തൽക്കാലം ഞാൻ ആ ചിന്ത അങ്ങ് ഉപേക്ഷിക്കുകയാണ്. നീ നിന്റെ മരുമകളോട് പറഞ്ഞേക്ക് തൽക്കാലം സ്വത്ത് വീതം വെക്കലൊന്നും അനന്തപുരിയിൽ നടക്കുകയില്ല എന്ന്. ഇത് കേട്ടതും ജാനകി വേഗം അനാമികയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, മോളെ മുത്തശ്ശൻ വലിയ ദേഷ്യത്തിലാണ്. മുത്തശ്ശൻ എന്നെ വിളിച്ചിട്ട് സ്വത്ത് ഭാഗം വെക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. സ്വത്തുക്കൾ എല്ലാവർക്കും ഒരുപോലെ ഭാഗം വെച്ച് കൊടുക്കണമെന്നായിരുന്നു മുത്തശ്ശൻ്റെ ആഗ്രഹം. മുത്തശ്ശൻ തീരുമാനമെല്ലാം മാറ്റിയിരിക്കുന്നു. സ്വത്ത് ഭാഗം വയ്ക്കുന്നില്ല എന്നാണ് മുത്തശ്ശൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് മുത്തശ്ശൻ്റെ അടുത്ത് ചെന്ന് മാപ്പ് പറയണം. കാരണം നീയും എൻ്റെ കുഞ്ഞും ഈ സ്വത്തിൻ്റെ അവകാശികളാണ്. നിങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തിൻ്റെ അവകാശം അത് നിങ്ങൾക്ക് തന്നെ കിട്ടണം. പക്ഷെ മുത്തശ്ശൻ്റെ ഒരു തീരുമാനമെടുത്താൽ അത് മാറ്റാൻ ദൈവത്തിന് പോലും കഴിയില്ല. അല്ലെങ്കിൽ മോൾ എത്രയും പെട്ടെന്ന് പോയി മുത്തശ്ശൻ്റെ അടുത്ത് ചെന്ന് മാപ്പ് പറയണം. അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകും മോളെ. സ്വത്ത് ഭാഗം വയ്ക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ അനാമികയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനായി. ശരി അമ്മേ, ഞാൻ ഇപ്പോൾ തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് ചെന്ന് മാപ്പ് പറയാം. അതിനുശേഷം അനാമിക വേഗം മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് ചെന്നിട്ട് മുത്തശ്ശൻ്റെ കാലിൽ വീണ് മാപ്പ് പറയുകയാണ്. മുത്തശ്ശ, എന്നോട് ക്ഷമിക്കണം. ആ സമയത്ത് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് മുത്തശ്ശനൊന്നും മനസ്സിൽ വെക്കരുത്, എന്നോട് ക്ഷമിക്കണം. അത് കേട്ടിട്ട് മൂർത്തി സാറാണെങ്കിൽ മൗനം പാലിച്ച് നിൽക്കുകയാണ്. വീണ്ടും അനാമിക സംസാരിക്കാൻ നിൽക്കുമ്പോൾ ശരി ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അനാമികയോട് പോകാൻ പറയുകയാണ്. ഈ സംഭവത്തോടു കൂടി അനാമികയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ജാനകി അടക്കമുള്ളവർ അനാമികയെ മാറ്റി നിർത്താൻ തുടങ്ങി.
പിന്നീട് അനാമിക അനന്തപുരിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വേണുവിനെയും രേവതിയെയും വിളിച്ച് പറയുകയാണ്. അങ്ങനെ വേണു രേവതിയും കൂടി ഇതെല്ലാം കേട്ടിട്ട് അന്തം വിട്ടിട്ട് ചോദിക്കുകയാണ്, മോളെ നീ എന്തൊക്കെയാണ് ഈ ചെയ്തത്? എന്ത് മണ്ടത്തരമാണ് ചെയ്തത്? നിന്റെ ഈ സ്വഭാവം കൊണ്ട് ഒരിക്കലും നിനക്ക് നേട്ടമുണ്ടാവില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വായിൽ തോന്നിയതൊക്കെ അയാളെ വിളിച്ചിട്ട് അയാളുടെ മുന്നിൽ പോയി ക്ഷമ ചോദിച്ചിരിക്കുന്നു. ആ കിളവൻ നിന്നോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിലോ, എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടിരുന്നെങ്കിലോ എന്ത് പറഞ്ഞിട്ട് നിനക്ക് അവിടെ നിൽക്കാൻ പറ്റും? അതുകൊണ്ട് ഇനി കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അറ്റകൈ പ്രയോഗം നടത്തിയേ പറ്റൂ. മൂർത്തി സാറിനെ ഇല്ലാതാക്കണം. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. മൂർത്തി സാർ ഇല്ലാതായാലേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുകയുള്ളൂ. അങ്ങനെ അനാമികയെ വേണു രേവതി മുത്തശ്ശനെ കൊല്ലാനുള്ള പ്ലാൻ എടുക്കുകയാണ്. അങ്ങനെ മൂർത്തി സാറിനെ ഇല്ലാതാക്കാൻ അനാമിക ശ്രമിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡുകളാണ് ഇനി പത്തനംമാറ്റിൽ വരാൻ പോകുന്നത്. ആ എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം.